ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗ്നൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു റിനോവേറ്റഡ് കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി നമുക്ക് ഇതിന്റെ പണ്ടത്തെ രൂപം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ പഴയ കിച്ചൺ നമ്മൾ കണ്ടല്ലോ. ഇവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കി നോക്കാം. ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആക്കി മാറ്റി. ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ 2 ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ലാബിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഡോട്ടഡ് പാറ്റേണിൽ വരുന്ന ഒരു ക്രീമിഷ് ഷെയ്ഡ് വരുന്ന ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്തോറും നമുക്ക് ഒരു മൊത്തത്തിലൊരു യു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ക്യാബിനറ്റ്സ് എല്ലാം പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഹോബാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ഹുഡും വരുന്നുണ്ട്. ഹുഡിന്റെ മേലെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലോഫ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസസ് കിട്ടും. ആൻഡ് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കറക്റ്റ് നമ്മൾ സ്റ്റൗവിന്റെ അടിയിലായിട്ട് തന്നെയാണ് നമ്മൾ കട്ട്ലറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വൈസ് എടുത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ കട്ട്ലറീസ് തന്നെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കട്ട്ലറി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ 2 ടാൻഡം ബോക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാബിനറ്റ്സിന്റെ കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂ കളറാണ്. ഇതിന്റെ എഡ്ജ് ബാൻഡ് ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു പ്രീമിയം ഫീല് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2 പുൾ ഔട്ട് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു പുൾ ഔട്ട് യൂണിറ്റ്. ഇതിലാണെങ്കിൽ നമുക്ക് 2 ലെയേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് വലിയ ഹൈറ്റ് ഉള്ള ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ 2 ലെയേർഡ് ആയിട്ടുള്ളത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് മാക്സിമം ഹൈറ്റ് ഉള്ള ബോട്ടിൽസ് വെക്കാൻ പറ്റും. ഈ ഒരു പുൾ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 3 ലെയേർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാക്സിമം ബോട്ടിൽസ് കൊള്ളിക്കാം, അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊള്ളിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മളെ കൺവീനിയൻസ് അനുസരിച്ച്, നമ്മളെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് 2 ലെയേർഡോ 3 ലെയേർഡോ ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മളെ കോർണർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടു നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ ഉണ്ട്. ഇതിന് യൂണിവേഴ്സൽ കോർണർ യൂണിറ്റ് എന്നാണ് പറയാ. നമുക്ക് ഫുൾ കോർണർ സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിക്കാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ഇങ്ങോട്ട് വലിക്കാം. മാക്സിമം നമുക്ക് സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ വൈസും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. തിരിച്ച് ഇങ്ങനെ ആക്കും ചെയ്യാം, തിരിച്ച് അങ്ങോട്ട് വിടുകയും ചെയ്യാം. വെരി ഈസി ടു ഫംഗ്ഷൻ. മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടുകയും ചെയ്യും. നമ്മൾ ആ കോർണർ സ്പേസ് വേസ്റ്റേജും വരില്ല. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് നോർമൽ ഷെൽഫായിട്ട് തന്നെ കൊടുക്കാം. മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 2 ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡ്രോവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം സോഫ്റ്റ് ക്ലോസും ആണ്, ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പോയി അടഞ്ഞോളും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മളെ സ്റ്റോറേജ് വരുന്നത്. ഇവിടെയാണ് നമുക്കൊരു സിങ്ക് വരുന്നത്. ഡ്രെയിനറും ബൗളും ആയിട്ടുള്ള സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സിങ്കിന്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ GTPT കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ. അത് നമ്മളൊരു ഗ്ലാസ് ആൻഡ് നമ്മളുടെ വൈറ്റിന്റെ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ഫുൾ ഹൈറ്റ് യൂണിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ ഹൈറ്റ് യൂണിറ്റ് വരുന്നത്. നമുക്ക് മാക്സിമം സ്റ്റോറേജ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫുൾ ഹൈറ്റ് യൂണിറ്റും ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മള് ഇതിന്റെ മേലെയായിട്ട് ലോഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു
ഈ ഒരു കിച്ചൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മാർബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു പുതിയ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വുഡൻ ടൈല് കൊടുത്തിട്ടുള്ളത്. വുഡൻ വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ഓവൻ വെക്കാനും അതേപോലെ ബേക്ക് ചെയ്യാനൊക്കെ പർപ്പസിനാണ് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അപ്പർ ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് ആൻഡ് ഗ്ലാസിന്റെ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്രോക്കറി ഒക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭംഗിയുള്ള ക്രോക്കറി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ നമ്മൾ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വിസിബിളും ആണ്, പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ താഴെ ഒരു ലെഡ്ജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേലെ നമ്മൾ ലോഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ നോക്കുകയാണെങ്കിൽ 2 ഡ്രോവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 2 ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കിച്ചൺ നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ ആണ് ഈ കിച്ചണിന് കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഫങ്ഷൻ വൈസും അതേപോലെ എസ്തെറ്റിക്കൽ വൈസും ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം ഇന്നത്തെ ഈ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.